ഓക്കെയാണോ? പ്രിയന്റെ വീട്ടില് ആകെ പ്രശ്നമായെന്ന് മോഹൻ പറഞ്ഞു. പ്രിയൻചേട്ടന്റെ അമ്മ എല്ലാം അറിയുന്നതിന് മുൻപ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനു മുൻപ് എല്ലാ സത്യവും പുറത്തു വന്നു. അമ്മയ്ക്ക് ഒരുപാട് വിഷമായി. നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതിന് ഞങ്ങൾ അവരോട് ഭയങ്കര ദേഷ്യത്തില. നീ എന്താ അവരുടെ ഭാഗം പറയുന്നത്? അമ്മയുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിച്ചു നോക്ക്. അവരുടെ വീട്ടില് അവരുടെ സമ്മതമില്ലാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ മകൻ മുറിയിൽ ഇത്രയും ദിവസം താമസിപ്പിച്ചു. അതറിയുമ്പോ ഏതൊരമ്മയായാലും ഇങ്ങനെയല്ലേ പ്രതികരിക്കൂ? തെറ്റ് ചെയ്തിട്ട് അതിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ആള് കൊള്ളാലോ, ഇപ്പോഴേ ഭാവി അമ്മായി അമ്മയെ ന്യായീകരിച്ച് സംസാരിച്ചു തുടങ്ങിയല്ലോ. ചുമ്മാ ഓരോന്ന് പറയല്ലേ ചേച്ചി. പ്രിയൻചേട്ടൻ വന്നോ? പ്രിയൻ മോഹന്റെ കൂടെ വരുന്നുണ്ട്. എന്താ മൂന്നുപേരും കൂടെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഞങ്ങളെ സ്വീകരിക്കാനാണോ? ഞാൻ ഇന്നലെ പ്രിയൻചേട്ടനോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ മോഹൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോയത്? വന്ന ഉടനെ എന്തിനാ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നമുക്കിതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ സംസാരിച്ചിട്ട് പോയാ മതി. പ്രിയൻചേട്ടൻ ചെയ്യുന്നത് ശരിയാന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും ആരെങ്കിലും ഓടി പോവോ? കുടുംബക്കാരോട് സമാധാനമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കല്ലേ വേണ്ടത്. അമ്മ പ്രിയൻചേട്ടനെ കാണാതെ ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദർശൻ എന്നെ വിളിച്ചിരുന്നു. പ്രിയൻചേട്ടനാണെങ്കിൽ ഫോണ് പോലും എടുക്കാതെ മാറി നിൽക്കുക. അമ്മയോട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി അമ്മയ്ക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ഈ പ്രിയൻചേട്ടൻ എങ്ങനെയാ പറ്റുന്നത്? ജയന്തി, ഇത് അവര് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പ്രശ്നം. നമ്മൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് പോ. വാ. പ്രിയൻചേട്ടൻ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല. തെറ്റ് ചെയ്യുമ്പോ അമ്മ വഴക്ക് പറഞ്ഞു വരും, ചിലപ്പോ അടിച്ചൊന്നും വരും. അതിനുള്ള അധികാരം അവർക്കില്ലേ? ഉണ്ട്. അത് എന്നെ അടിക്കാനും വഴക്ക് പറയാനുള്ള അധികാരമാണ്. നിന്നെ അടിക്കാൻ അമ്മയ്ക്ക് ഒരു അവകാശവും ഇല്ല. വെറുതെ അടിക്കാൻ മാത്രമാണ് ചെയ്തത്. ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ നീ വെള്ളത്തിൽ മുങ്ങി മരിച്ചേനെ. അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് തെളിയിക്കുക മാത്രമായിരുന്നു അമ്മയുടെ ലക്ഷ്യം. ഞാനായിട്ട് പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ടാങ്ക് തുറന്ന് എന്നെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കിയെന്നെ. എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്നെ എനിക്ക് ഉറപ്പുണ്ട്. വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ അമ്മയെ വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കാൻ നോക്കു പ്രിയൻചേട്ടാ. അതൊന്നും നടക്കില്ല. അമ്മ ചെയ്തത് വലിയൊരു തെറ്റാ. അമ്മ എന്നെ വിളിച്ച് ചെയ്തത് തെറ്റായി പോയെന്നും പറഞ്ഞ് മാപ്പ് പറയട്ടെ. അപ്പൊ ഞാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അമ്മ ദേഷ്യപ്പെട്ടത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ പ്രിയൻചേട്ടൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? നിന്നെ അപമാനിച്ചാലോ വേദനിപ്പിച്ചാലോ അത് എന്നെയും ബാധിക്കും. അത് അമ്മയെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. പ്രിയൻചേട്ടാ, എക്സ്ക്യൂസ് മീ. മമ്മി എന്താ ഇവിടെ? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഞാനും ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാ. നീ ഉണ്ടാവുന്നതിന് മുമ്പ് വരെ ഞാനും നിന്റെ അച്ഛന്റെ കൂടെ ഈ കമ്പനി നടത്താൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. പിന്നെയാ നിന്നെയും അച്ഛനെയും നോക്കി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത്. ഇപ്പൊ അച്ഛൻ മലേഷ്യക്ക് പോയിരിക്കല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോവാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ തോന്നി. സത്യം പറ, ഞാനും പാർവതിയും തമ്മില് എന്തെങ്കിലും ഇടപാട് നടക്കുന്നുണ്ടോന്ന് അറിയാനല്ലേ എന്റെ മമ്മി വന്ന്? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. നിനക്കും ഈ കമ്പനിക്കും നല്ലത് സംഭവിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ.